ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 7 ഓഡിഷൻ കാസർഗോഡ് തുടങ്ങിയിട്ടുണ്ട്. കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിയിൽ നടക്കുന്ന ഓഡിഷനിലേക്ക് നിരവധി കുട്ടികളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രദീപ് നാരായണൻ വിവരങ്ങളുമായി ചേരുന്നു. പ്രദീപ്, കുഞ്ഞു പാട്ടുകാർ തകർക്കുന്നുണ്ടോ? ഹാഷ്മി, പ്രവിത, ഗുഡ് മോർണിംഗ്. എന്തായാലും വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. വേനലവധി ആയിട്ട് കൂടിയും നിരവധി കുട്ടികളാണ് ഇപ്പോൾ ഈ ഫ്ലവേഴ്സ് TV ടോപ്പ് സിംഗർ സീസൺ 7 ഓഡീഷനായി കാസർഗോഡ് ജില്ലയിൽ ഓഡീഷനായി എത്തിയിരിക്കുന്നത്. 150ഓളം കുട്ടികൾ ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കുട്ടികൾ അപ്പുറത്തെ മുറിയിലാണ് പാട്ട് അവതരിപ്പിക്കുന്നത്. എന്തായാലും നമുക്ക് കുട്ടിയോട് ചോദിക്കാം, റെഡിയാണോ? റെഡിയാണ്. പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്? അവധിക്കാലല്ലേ? അപ്പോൾ ഈ പാട്ടൊക്കെ പഠിക്കാൻ അവധി ആഘോഷിക്കുന്ന സമയത്ത് നിനക്ക് സമയം കിട്ടിയോ? കിട്ടിയിട്ടുണ്ട്. ഒന്നും പറയാനില്ല. പാട്ടൊക്കെ ഉഷാറായി പാടൂലേ? നേരത്തെ എത്തിയോ? രാവിലെ എത്തി. റാണിപുരത്ത് നേരത്തെ 6:30 ആകുമ്പോഴേ പുറപ്പെട്ടു. തീർച്ചയായും ഹാഷ്മി, അത് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. വളരെ ദൂര സ്ഥലത്ത് നിന്ന് പോലും നിരവധി കുട്ടികൾ എത്തിയിട്ടുണ്ട്. അവരുടെ കഴിവ് തെളിയിക്കാനുള്ള ഒരു അവസരം അരനിമിഷം പോലും പാഴാക്കാതെ അതിൽ പങ്കെടുക്കുക എന്നതാണ് അവരുടെ ഒരു കർത്തവ്യം. എന്തായാലും തൊട്ടപ്പുറത്തെ മുറിയിലാണ് ഇപ്പോൾ ഓഡീഷൻ നടക്കുന്നുള്ളത്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇപ്പോഴും നിരവധി കുട്ടികൾ ഈ പരിപാടിയിൽ ഓഡീഷനിൽ പങ്കെടുക്കാനായി രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ കാണാം, ഈ വരാന്തയിൽ ഉൾപ്പെടെ ആളുകൾ ഓഡീഷനിൽ പങ്കെടുക്കാനുള്ള ഒരു കാത്തിരിപ്പിലാണ്. ചേച്ചി, നേരത്തെ എത്തിയോ? കഴിഞ്ഞു. ആരാ പങ്കെടുക്കുന്നത്? എന്റെ മോള്, കുഞ്ഞുമോള്. പാട്ടൊക്കെ പാടി കഴിഞ്ഞു? ഏത് പാട്ടാ പാടി? പാട്ട് ഒന്ന് ഒരു വേൽമുരുകന്റെ പാട്ടും പാടാൻ പറ്റുമോ? രണ്ടുപേരും പാടിക്കോ. തെൻപളനി കോവിലടം പിലി കവടി കൈക്കുമ്മി അടിച്ചടൻ മല വന്നോ വലവൻ തുമ്പി വരനോടും നെയ്മോദകത്തെ തേടി തുമ്പി തുള്ളി കളിയാടും കൈലാസബാലൻ. എന്തായാലും നമുക്ക് ഈ ഓഡീഷൻ നടക്കുന്ന സ്ഥലത്തോട്ട് പോകാം. ഇവിടെ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന രാകേഷ് ഉണ്ട്. എങ്ങനെയാണ് കാസർഗോഡ് ഓഡീഷൻ? എങ്ങനെയാ? കാസർഗോഡ് ഓഡീഷൻ വളരെ നന്നായിട്ട് പോകുന്നു. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അപ്പോഴത്തേക്ക് തന്നെ നമുക്ക് വളരെ നല്ല പാർട്ടിസിപ്പേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ തന്നെ കുട്ടികളുടെ ഒരു നീണ്ട നിര നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നല്ല കുട്ടികളെ നമ്മൾ ഇത്തവണ പ്രതീക്ഷിക്കുന്നു. ഒത്തിരി കുട്ടികൾ ഇവിടെ വരുമെന്ന് ഇവിടുന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് നന്നായിട്ട് പാടുന്ന കുട്ടികളാണ് നമുക്ക് ഈ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. ഇന്നുകൊണ്ട് ഇവിടെ കാസർഗോഡ് ഇന്ന് വൈകുന്നേരം നമുക്ക് 5 മണി വരെയാണ് നമ്മളിവിടെ. മോർണിംഗ് 9 to 5 ആണ് നമ്മളിവിടെ രജിസ്ട്രേഷൻ പറഞ്ഞിരിക്കുന്നത്. 5 മണി 5:30 ഒക്കെ ആകുമ്പോഴേക്കും ആൾക്കാർ വന്നാൽ നമ്മൾക്ക് ഇവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇന്ന് കാസർഗോഡ് നമ്മൾ ഫിനിഷ് ചെയ്യും. അതിനുശേഷം മറ്റന്നാൾ കണ്ണൂരായിട്ടാണ് നമ്മുടെ ഓഡിഷൻ വരുന്നത്. രാവിലെ 9 മണി മുതൽ 5 മണി വരെ നാളെ മറ്റന്നാൾ കണ്ണൂർ റോയൽ ഒമാർസ് ഹോട്ടലിൽ വെച്ചിട്ടാണ് ഓഡിഷൻ നടക്കുന്നത്, റെയിൽവേ സ്റ്റേഷൻ ഓപ്പോസിറ്റ്. അപ്പം ഇവിടെ വരാൻ പറ്റാത്ത കുട്ടികളെയും കണ്ണൂരും പരിസര പ്രദേശങ്ങളിലൊക്കെ ഉള്ള കുട്ടികളെയൊക്കെ ഞങ്ങൾ കണ്ണൂർ ഓഡിഷന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. ഹാഷ്മി, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി കാസർഗോഡ് ഓഡിഷൻ കഴിയും. നാളെയും മറ്റന്നാളും, അതായത് ഞായറും തിങ്കളും കണ്ണൂരിലാണ് ഓഡിഷൻ. ഇവിടെ പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് കൂടി അവിടെ അവസരം നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഹാഷ്മി, ശരി. പ്രദീപ് നാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.